ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 4-ൻ്റെ അതുപോലെ നെറ്റ് ഹിന്ദീൻ്റെ ഒക്കെ സിലബസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് ഹിന്ദിയുടെ സിലബസാണ്. അപ്പോൾ ഇവിടെ യൂണിറ്റ് 6 വരെയുണ്ട്. ഓരോ യൂണിറ്റിൽ മൊഡ്യൂൾസും ഉണ്ട്. അപ്പോൾ യൂണിറ്റ് 1ൻ്റെ പേരാണ് ഹിന്ദി സാഹിത്യ ഇതിഹാസ് आदिकाल से पूर्व भारतेंदु युग तक. इसमें फर्स्ट मॉड्यूल आदिकालीन काव्य, भक्तिकालीन काव्य, रीतिकालीन काव्य, आदिकालीन भाषा, मध्यकालीन भाषा, आदिकालीन संस्कृति, മധ്യകാലീൻ സംസ്കൃതി. ഇത്രയാണ് മൊഡ്യൂൾ 1-ൽ വരുന്നത്. മൊഡ്യൂൾ 2-ൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രീതികാലീൻ പരിസ്ഥിതിയ, രീതികാലീൻ ഭാഷ, രീതികാൽ കാ സൗന്ദര്യശാസ്ത്ര, രീതികാലീൻ കാവ്യധാര. രീതികാലീൻ കാവ്യധാര മൂന്നെണ്ണം ഉണ്ട് അറിയാം അല്ലേ. 3 ഭാഗം में പാണ്ട് किया है. രീതിമുക്ത്, രീതിബദ്ധ, രീതിസിദ്ധ അല്ലേ. രീതികാലീൻ ശൃംഗാരികത, അതിൽ പ്രോസഡി ആൻഡ് പോയറ്റിക്സ് ഓഫ് രീതികാലം. അപ്പോൾ യൂണിറ്റ് 1-ൽ 2 മൊഡ്യൂളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ യൂണിറ്റ് 2ൻ്റെ പേരാണ് ഹിന്ദി സാഹിത്യ ഇതിഹാസ് ഭാരതേന്ദു യുഗ് സെ 1940 തക്. ഹിന്ദി സാഹിത്യ ചരിത്രം അല്ലെ. ഹിന്ദി സാഹിത്യ ചരിത്രം ഭാരതേന്ദു യുഗം മുതൽ 1940 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മൊഡ്യൂൾ 1-ൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. भारतेंदु से द्विवेदी युग तक साहित्यिक प्रयोग, काव्य, नाटक, काव्य साहित्य, आलोचना, गद्य एवं अनूदित साहित्य, साहित्यिक पत्रकारिता उद्भव एवं विकास, नवजागरण, प्रथम स्वतंत्रता आंदोलन, शिक्षा संस्थाओं की भूमिका, भाषा का मानकीकरण, खड़ी बोली का विकास. ഇത്രയാണ് മൊഡ്യൂൾ 1-ൽ പറഞ്ഞിരിക്കുന്നത്. മൊഡ്യൂൾ 2-ൽ എന്തൊക്കെയാണ് നോക്കാം. ഛായാവാദ് അല്ലേ. ഫസ്റ്റ് മൊഡ്യൂളിൽ ഭാരതേന്ദും ദ്വിവേദിയുഗം പറഞ്ഞിട്ടുണ്ട്. മൊഡ്യൂൾ 2-ൽ ഛായാവാദ്, ദാർശനിക പൃഷ്ഠഭൂമി, പാശ്ചാത്യ പ്രഭാവ്, പ്രമുഖ കവി ഏവം കാവ്യ അല്ലെ. പ്രമുഖ കവി ആരൊക്കെയാണ് വരിക നമുക്കറിയാം. 4 സ്തംഭ് ആരൊക്കെയാണ്? പ്രസാദ്, പന്ത്, നിരാല, മഹാദേവി വർമ്മ അല്ലേ. പിന്നെ അവരുടെ കവിതകൾ അല്ലേ. ഛായാവാദി സമീക്ഷ, ब्रजभाषा काव्य, राष्ट्रीय सांस्कृतिक काव्यधाര एवं പ്രമുഖ കാവ്യ ഹാലാവാദ് അല്ലെ. രാഷ്ട്രീയ സാംസ്കൃതിക കാവ്യധാരയിലാണ് സുഭദ്രകുമാരി ചൗഹാനൊക്കെ വരുന്നത് അറിയാം അല്ലെ. ഹാലാവാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഹരിവംശറായ് ബച്ചൻ ഓർമ്മ വരുന്നുണ്ടാവും അല്ലെ. അപ്പോൾ മൊഡ്യൂൾ 3-ൽ അല്ലെ. മൊഡ്യൂൾ 1-ൽ ഭാരതേന്ദു യുഗം ദ്വിവേദി യുഗം വന്നു. മൊഡ്യൂൾ 2-ൽ ഛായാവാദ് വന്നു, രാഷ്ട്രീയ സാംസ്കൃതിക കാവ്യധാര വന്നു, അതുപോലെ തന്നെ ഹാലാവാദും വന്നു അല്ലെ. മൊഡ്യൂൾ 3-ൽ എന്തൊക്കെയാണ് നോക്കാം. प्रेमचंद एवं प्रगतिवादी साहित्य, साहित्य प्रयोग, मार्क्सवाद एवं प्रगतिवादी आंदोलन, प्रेमचंदकालीन परिस्थितियां, साहित्यिक प्रयोग, उपन्यास, कहानी, आलोचना, निबंध, संस्मरण, रेखाचित्र, रिपोर्टाज, यात्रा साहित्य, प्रेमचंदकालीन पत्रकारिता, प्रमुख पत्र പത്രികായെ. ഇത്രയാണ് മൊഡ്യൂൾ 3-ൽ വരുന്നത് അല്ലേ. പ്രേംചന്ദ് വരുന്നുണ്ട്, അതുപോലെ നോവലുകൾ, കഥകൾ, അതുപോലെ ആലോചന, നിബന്ധ് അല്ലെ. ഒരുവിധം ഗദ്യവിധയിലെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ യൂണിറ്റ് 3 എന്താണെന്ന് നോക്കാം. ആധുനിക കാലം 1940 से 2015 തക്ക്. 1940 മുതൽ 2015 വരെയുള്ള ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിലുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 3-ൽ വരുന്നത്. ആധുനിക കാലഘട്ടം. മൊഡ്യൂൾ 1 कथासाहित्य एवं अन्य गद्य विधाएं, कथासाहित्य की प्रमुख प्रवृत्तियां, नई कविता की प्रवृत्तियां, समकालीन कविता के विविध आयाम, नाट्य साहित्य और रंगमंच, विविध प्रयोग, समस्या नाटक, असंगत नाटक, ലോകധർമ്മി നാടക്, പ്രമുഖ നാട്യമഞ്ച്. ഇത്രയാണ് മൊഡ്യൂൾ 1-ൽ വരുന്നത്. അപ്പോൾ മൊഡ്യൂൾ 2-ൽ എന്തൊക്കെയാണെന്ന് നോക്കാം. आलोचना का सौंदर्य शास्त्र, 20वीं सदी आलोचना उद्भव और विकास, डॉक्टर रामचंद्र शुक्ल युग और शुक्लोत्तर युग, अभिजात्यवादी समीक्षा, सांस्कृतिक विमर्श, मानवतावादी समीक्षा, मनोवैज्ञानिक समीक्षा, मार्क्सवादी समीक्षा, आधुनिकतावाद, अस्तित्ववाद, यथार्थवाद, प्रगतिवाद, अधियथार्थवाद, प्रतीकवाद, बिंबवाद, प्रभाववाद, रूपवाद, संरचनावाद, उत्तर संरचनावाद, उत्तर आधुनिकतावाद, डिस्कोर्सस, स्त्री विमर्श,
പാരിസ്ഥിതിക വിമർശ്, ദളിത് വിമർശ്. ഇത്രയാണ് മൊഡ്യൂൾ 2 വരുന്നത്, യൂണിറ്റ് 3. അപ്പോൾ യൂണിറ്റ് 4ന്റെ പേരെന്താണ്? ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലാംഗ്വേജ് ആൻഡ് സ്ട്രക്ചറൽ ഗ്രാമർ. ഇതിലെ മൊഡ്യൂൾ 1 വരുന്നത് ഹിന്ദിക്ക് ഐതിഹാസിക പൃഷ്ഠഭൂമി, ഭാഷിക സ്വരൂപ്, हिंदी का व्यावहारिक क्षेत्र, लिपि का उद्भव और विकास, देवनागरी लिपि का विकास. അപ്പോൾ ഹിന്ദിയുടെ ലിപി ഏതാണ്? ദേവനാഗരി ലിപിയാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 2 ഹിന്ദി വ്യാകരൺ അല്ലേ. മൊഡ്യൂൾ 2 ഹിന്ദി വ്യാകരണനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നൗണ് അല്ലേ. സർവനാം എന്ന് പറഞ്ഞാൽ പ്രോനൗൺ അല്ലേ, വിശേഷണ്. അവ്യയ, കാരക്, വചൻ അല്ലേ. വചൻ അറിയാം, ഏകവചന, ദ്വിവചൻ അല്ലേ. കാരക് നമുക്കറിയാം അല്ലേ, ആട്ടുകാരക് ഹെ ഹിന്ദി മേ അല്ലേ, കർത്തുകാരക് അല്ലേ, കർമ്മകാരക്, അങ്ങനെ തുടങ്ങിയ 8 എണ്ണം അല്ലേ. പിന്നെ ലിംഗ് പറയുമ്പോൾ സ്ത്രീലിംഗ്, പുല്ലിംഗ് അല്ലേ. കാല് ഇതൊക്കെ വരും, ഭൂതകാല്, അതുപോലെ തന്നെ ഭവിഷ്യത് കാല്, അതുപോലെ വർത്തമാൻ കാല് അല്ലേ. പിന്നെ അതിൻ്റെയും കുറച്ച് ഡിവിഷൻസ് ഉണ്ട് അല്ലേ. പിന്നെ വാച്ചിന് 3 ഉണ്ട് ഹിന്ദിയിൽ അല്ലേ. ഭാവവാച്ച്, കർത്തുവാച്ച്, കർമ്മവാച്ച് അല്ലേ. പിന്നെ വാക്യക്കെ പ്രകാർ, സന്ധി, സമാസ്, ഹിന്ദിക്ക് പ്രമുഖ വൈയാകരൺ ഗ്രന്ഥ്. ഇത്രയാണ് മൊഡ്യൂൾ 2 വരുന്നത്. യൂണിറ്റ് 5 എന്തൊക്കെയാണ്? യൂണിറ്റ് 5 വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ലിറ്റററി തോട്ട്സ്, പ്രോസഡി ആൻഡ് പോയറ്റിക്സ് ആണ്. അപ്പോൾ അതിൽ മൊഡ്യൂൾ 1 പാശ്ചാത്യ കാവ്യശാസ്ത്ര, പ്ലാറ്റോ, കലാസാഹിത്യ, കാവ്യസൃജൻ, കാവ്യപ്രസൂത്, ഭാവ प्रवणता, समाज पर नाटक का प्रभाव, अनुकरण सिद्धांत, अरस्तु, त्रासदी, विरेचन, स्वरूप एवं अवधारणा, विरेचन और रसा, लॉन्गिनेस, उदात्त तत्व, दांते का साहित्यिक दृष्टिकोण, सर फिलिप सिडने, बेन जॉनसन, शास्त्रवादी दृष्टिकोण, जॉन ड्राइडन, अभिजात्यवाद, अलेक्सांडर पोप, नव शास्त्रवाद, डॉक्टर सामुएल जॉनसन, वर्ड्सवर्थ, प्रगति के कवि कोलरिज, कल्पना की परिकल्पना, वाल्टर पीटर, शैलीगत अवधारणा, कार्ल मार्क्स, फ्रॉइड, हिटलर एवं യുങ്, ക്രോച്ചെ, അഭിവ്യഞ്ജനവാദ്, മാത്യു ആർണോൾഡ്, ടി.എസ്. ഇലിയറ്റ്. ഇത്രയാണ് മൊഡ്യൂൾ 1 വരുന്നത്. മൊഡ്യൂൾ 2 വരുന്നത് ഭാരതീയ കാവ്യശാസ്ത്ര, प्रमुख काव्य सिद्धांत, भारत का रससूत्र, विभिन्न विद्वानों की रस संबंधी अवधारणा, भामह, उद्भट और रुद्रट का अलंकार सिद्धांत, दांते का गुण सिद्धांत, वामन का रीति सिद्धांत, कुंद का वक्रोक्ति सिद्धांत, क्षेमेंद्र का औचित्य सिद्धांत, आनंदवर्धन का ध्वनि सिद्धांत. അപ്പോൾ മൊഡ്യൂൾ 2 ഭാരതീയ കാവ്യശാസ്ത്രങ്ങളൊക്കെ വന്നു. മൊഡ്യൂൾ 1 നമുക്കറിയാം അല്ലെ, പാശ്ചാത്യ കാവ്യസിദ്ധാന്തങ്ങളൊക്കെ അവിടെ വന്നു അല്ലേ. അപ്പോൾ മൊഡ്യൂൾ 3 എന്തൊക്കെയാണ് വരുന്നത്? പോപ്പുലർ ചന്ത്സ് അല്ലേ, ചന്തശാസ്ത്രങ്ങൾ അല്ലെ. ചന്ത് ഏതൊക്കെയാണ്? ചന്ത് വൃത്തങ്ങൾ ഏതൊക്കെയാണ്? ദോഹ, ചൗപായി, റോല, സൊരട്ട, വർവി, ഇന്ദ്രവജ്ര, ഉപേന്ദ്രവജ്ര, വസന്തതിലക, മന്ദാക്രാന്ത. നെക്സ്റ്റ് പോപ്പുലർ അലങ്കാരാസ്, അതിലേതൊക്കെയാണ് വരുന്നത്? അനുപ്രാസ്, യമക്, സ്ലാഷ്, വക്രോക്തി, ഉപമ, രൂപക്, ഉത്പ്രേക്ഷ, വ്യതിരേക്, വിരോധാഭാസ്, അപന്യുതി, മാൻവീകരൺ. ഇനി വരുന്ന വിശേഷണ്, വിപര്യ. പിന്നെ കാവ്യസംബന്ധി വിവിധ അവധാരണായി, കാവ്യക്ക് വിവിധ രൂപ് അല്ലെ. കാവ്യക്ക് വിവിധ രൂപിൽ വരുന്നത് പ്രബന്ധകാവ്യം, അതുപോലെ മുക്തക കാവ്യം അല്ലെ. അപ്പോൾ നെക്സ്റ്റ് യൂണിറ്റ് 6 അല്ലേ. യൂണിറ്റ് 6 ഏതൊക്കെയാണ് വരുന്നത്? ഫംഗ്ഷൻ ഹിന്ദി, ട്രാൻസ്ലേഷൻ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. ഇതിൽ മൊഡ്യൂൾ 1 प्रयोजनमूलक हिंदी, स्वरूप एवं अवधारणा, हिंदी के विविध रूप ഏതൊക്കെയാണ്? രാജഭാഷ, രാഷ്ട്രഭാഷ, വ്യാവഹാരിക ഭാഷ, രാജഭാഷा नियम, पारिभाषिक शब्दावली के नियम, हिंदी कंप्यूटिंग, हिंदी के सॉफ्टवेयर पैकेजेस, हिंदी के इंटरनेट पोर्टल्स, पत्रकारिता उद्भव और विकास, समाचार संकलन, അവതरण വിശ്ലേഷൺ. ഇത്രയാണ് മൊഡ്യൂൾ 1 വരുന്നത്. മൊഡ്യൂൾ 2 എന്തൊക്കെയാണ് വരുന്നത്? अनुवाद, परिभाषा, अनुवाद के प्रकार, अनुवाद के गुण, द्विभाषीय की कठिनाइयाँ, पारिभाषिक शब्दावली के लिए अनिवार्य गुण, मशीनी अनुवाद, मेडिकल ट्रांसक्रिप्शन की अवधारणाएं. और मॉड्यूल 3 में क्या क्या आते हैं?
शब्दविज्ञान, ध्वनिविज्ञान, रूपविज्ञान, वाक्यविज्ञान, अर्थविज्ञान, साहित्य के अध्यायों में भाषा विज्ञान के अंगों की उपयोगिता, वाक्यंत्र के അവയവ്, ബലാഖാത്, സുരാഖാത്, ഇത്രയാണ് സെറ്റിൻ്റെ സിലബസായിട്ട് വരുന്നത്. 6 യൂണിറ്റ് ഉണ്ട്, അതിലോരോ മൊഡ്യൂളുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സെറ്റിൽ നന്നായിട്ട് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ സെറ്റിന് വേണ്ടി പഠിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.